ഇനിയും മത്സരിക്കും. ഇത് അവസാനത്തെ ഇലക്ഷൻ അല്ല. ഇത് UDF BJP ഡീൽ എന്ന ഗണേഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി ജ്യോതികുമാർ ചാമക്കാട് തോറ്റതോടെ ഗണേഷിന്റെ സമനില തെറ്റിയെന്ന് ചാമക്കാട്. തെറ്റും തെറ്റിയിരിക്കും. അതുപോലത്തെ തോന്നിവാസമായിരുന്നല്ലോ കാട്ടിക്കൂട്ടിയതൊക്കെ ഇടയ്ക്ക് കോൺഗ്രസിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്താ പറയണ്ടേ, സീറ്റ് കൊടുക്കില്ല എന്നറിഞ്ഞപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റിലോട്ട് ചാടി. ഉമ്മൻചാണ്ടി പറഞ്ഞ നീ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞതാണ് ആ സമയത്ത്. അപ്പോൾ അപ്പുറത്തോട്ട് ചാടി. എന്തിന്? എൻ്റെ സരിതാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഈ പുള്ളിയുടെ തലയിലോട്ട് അങ്ങ് ഇട്ടിട്ട് അവൻ അങ്ങനെ നൈസായിട്ട് അങ്ങ് മാറി. ഇങ്ങനെ കാണിച്ച് കൂട്ടിയ തോന്നിവാസത്തിനെല്ലാം പേരുദോഷം ആർക്കാണ്? ഉമ്മൻചാണ്ടിക്ക്. എന്നിട്ട് ഒന്നും അറിയാത്തതിനെ പോലെ കൈയിട്ട് നിന്ന് CBI എന്നെ വിളിച്ചപ്പം ഞാൻ CBI എടുത്ത് നല്ല റിപ്പോർട്ടാണ് കൊടുത്തത്. ഒരുത്തിയെ സെറ്റാക്കി കീഴിക്കൂടെ പണിത് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചത് അവനൊരുത്തനാണ്. ഞാൻ അങ്ങനെ പറയൂ. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം തന്നെ കണ്ടില്ലേ തൃശ്ശൂർ KC വേണുഗോപാലിൻ്റെ ഒരു ഫ്ലെക്സ് വെച്ച് ഒരു നേതാവിനെ കണ്ടില്ലേ, CPM നേതാവിനെ, കുത്തിത്തിരിപ്പ് എന്ന് പറയത്തില്ലേ, ഇതേ പരിപാടിയൊക്കെ ഇവൻ്റെയൊക്കെ കണ്ടിട്ടാണല്ലോ ഇവറ്റകളൊക്കെ പഠിക്കുന്നത്. അല്ലാതെ എന്ത് പറയാനാ? വേണ്ടേ ഉമ്മൻചാണ്ടി പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഗണേഷ് കുമാർ തോറ്റെന്ന് പോലും സമ്മതിക്കാൻ പോലും അയാൾക്ക് വയ്യ. തോറ്റെന്ന് പോലും ഇവിടെ ഇപ്പോൾ BJPയുടെ സപ്പോർട്ട് കൊണ്ടാണ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തിനാടെ ഇങ്ങനെ പറയുന്നത്? നാണമാനം കിട്ടവനെ. അങ്ങനെ ഞാൻ പറയൂ. ഓക്കെ, എന്തായാലും വീഡിയോസ് കാണുന്നവർ, ഇവനെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ ആണെങ്കിൽ സബ് ചെയ്യുക. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്യുക. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വാചകം ഞാൻ വെച്ചുതരാം. അതെ, എന്ത് സ്ഥാനം കിട്ടിയാലും ജനങ്ങൾ വെറുത്ത വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. പിന്നെ എൻ്റെ പൊന്നു ഗണേഷ് കുമാറെ, അന്ന് അത്രയും വിഷയങ്ങൾ വന്നിട്ടാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടി ജയിച്ചായിരുന്നു. തൻ്റെ 10 വർഷത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 6 വർഷം ഭരണം അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 3 വർഷം മുമ്പ് ചില കാര്യങ്ങൾ ഇയാൾ നല്ലത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ, ഗണേഷിനെ കുറിച്ച്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ തോറ്റുപോയെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഏത് ചതിയുടെ ഫലം കൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത്. ആൾക്കാരത് മറന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ മകൾ നിങ്ങളുടെ മണ്ഡലത്തിലാണ് പ്രവർത്തിക്കാൻ വരികയൊക്കെ ചെയ്തപ്പോഴും ആൾക്കാർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അച്ഛനോട് ചെയ്ത ദ്രോഹത്തിനെ കുറിച്ച്, ആ മകളോട്, ആ മകളുടെയും ആ മകൻ്റെയും ആ കുടുംബത്തിൻ്റെയും ഈ ജനങ്ങളുടെയും എല്ലാത്തിൻ്റെ കണ്ണീരിൻ്റെ ഫലമാണ് താനിപ്പോൾ വീട്ടിയിരിക്കുന്നത്. ഒരു സ്ഥാനമില്ലെങ്കിലും സ്നേഹിക്കുകയും ജനങ്ങളെ കരുതുകയും ചെയ്താൽ അതെ, എനിക്ക് ബാക്കി ഞാൻ വെച്ചാൽ ഇപ്പോൾ ട്യൂണുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, ചിലപ്പോൾ നമുക്കൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ. അപ്പം അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം കണ്ടുകൊണ്ട് അതിലേക്ക് പോവുക, അവിടെ ചെല്ലുമ്പോൾ നിരാശ വരിക. അതെ, ഇവിടെ ഗണേഷ് കുമാർ കാണിച്ച അതൊക്കെ തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിനെ കുതുകാരെ വെട്ടിയിട്ട് അടുത്തടുത്ത് പോയി സ്ഥാനം ഉണ്ടാക്കാൻ നോക്കുക. ഇടയ്ക്ക് കഴിഞ്ഞ വട്ടം ഇതുപോലെ ഒന്ന് അണ്ണം തിരിച്ച് കോൺഗ്രസിലോട്ട് വരാൻ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ എതിർക്കുകയൊക്കെ ചെയ്ത് ഇയാൾക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ ചതിനെ കയറ്റത്തില്ലെന്ന് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ അമിതമായി സന്തോഷിക്കുക. എന്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഓക്കെ, അന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. പോലെ നല്ലൊരു മുഖ്യമന്ത്രി UDF ഇല്ല എന്നതാണ് ഈ തർക്കങ്ങൾക്കെല്ലാം. ഓക്കെ, എന്തായാലും നമുക്കിനി ഗണേഷിൻ്റെ കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളുണ്ട്, ഞാൻ അതിലോട്ട് പോവാം. ഗണേഷിന് കിട്ടിയ വോട്ട് എത്രയാണെന്ന് വെച്ചാൽ 59,965 വോട്ട് കിട്ടി. ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കിട്ടിയത് 68,257, 8,310 വോട്ട് ഭൂരിപക്ഷത്തിനാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ ജയിച്ചത്. പിന്നെ ആരാണ്? ഒരു 2020 അനിൽ പിള്ള കണ്ട് 7,301. പിന്നെ ആരാണ്? പിന്നെ ഒരു ബിപിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കണ്ട് 629 വോട്ട്. പിന്നെ നോട്ട 613. പിന്നെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വേറൊരാൾ 547 വോട്ട് പകരം ഇട്ടതായിരിക്കും. പിന്നെ അനീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്ക് 297 വോട്ട്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, BJP ആയിട്ട് ചേർന്നുകൊണ്ടാണ് ഒരു എത്ര ജനങ്ങളുടെ ഇടയ്ക്ക് നല്ലത് കാഴ്ച വെച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാറെ നിങ്ങൾ ജയിക്കും. ഗണേഷ് കുമാർ ജയിക്കും. ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം തോറ്റുപോയത്. ഓക്കെ, എന്തായാലും നമുക്കിനി ഗണേഷ് കുമാർ സമനില തെറ്റി നടക്കുക എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിൽക്കുന്നു വെച്ചുതരാം. പാവപ്പെട്ട കുറേ അണികൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഉള്ളിലെ വിഷം എന്താണെന്ന് ഈ അടുത്ത സമയത്ത് സ്വന്തം ഭാര്യ പോലും വെളിപ്പെടുത്തിയതാണ്. അവരില്ലാത്ത സമയത്ത് ഇവരൊരാളെ കണ്ട് വിളിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ആ കേട്ടിയ സമയത്ത് അവർ കയറി വന്ന സമയത്ത് അവിടെ എന്തൊക്കെ കോലാഹലങ്ങളും പ്രശ്നങ്ങളും ആയിരുന്നു ഉണ്ടായത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ്. ഒരു 3-4 മാസം മുമ്പ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഈ പറയുന്ന ഗണേഷ് കുമാർ വന്നിട്ട് അത് നൈസായിട്ട് അങ്ങ് ഒത്തുതീർപ്പാക്കുന്ന രീതിയിൽ പിന്നെ ഭാര്യയെ വിളിച്ച് കോംപ്രമൈസ് ആക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടാണ്. ഞാനിനി ആ കഥ പറയുന്നില്ല. ഇങ്ങനെ ചെയ്ത
ആദ്യ ഭാര്യയല്ല പറഞ്ഞത്, രണ്ടാമത്തെ ഭാര്യ, ഇയാളെ വാഴ്ത്തി പാടിക്കൊണ്ട് നടന്ന ഭാര്യയാണ് പറഞ്ഞത്. ഇനി അണ്ണൻ്റെ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. പക്ഷേ ഇവിടെ നടന്നൊരു വലിയ ഡീലാണ്. ചാത്തന്നൂരും പത്തനാപുരം കൂടി വെച്ചുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണ്. വളരെ വ്യക്തമാണ്. അതിന്റെ ഏത് രേഖകളും നിങ്ങൾക്ക് പരിശോധിക്കാം, ഞങ്ങൾ തരാൻ. അല്ല, ഞങ്ങളെന്തിനാ നിങ്ങൾക്ക് പരിശോധിക്കാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളത് കാണിക്കണം, അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കണം. അതാ വേണ്ടത്. തയ്യാറാണ്. കാരണം പട്ടാഴിയിൽ ഉദാഹരണമായി പറയുന്നത്, പട്ടാഴിയിൽ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അരുണിന് കിട്ടിയത് 2500 വോട്ടാണ്. അദ്ദേഹം പരാജയപ്പെട്ടു. LDF സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. പക്ഷേ 2500 വോട്ടാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ 3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 8 വാർഡിലായിട്ട് അദ്ദേഹം നേടിയത്. പക്ഷെ അതേ പട്ടാഴി പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളും ചേർത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എണ്ണുമ്പോൾ BJPക്ക് 600 ചില്ലാൻ വോട്ട് കിട്ടും. എടോ മണ്ട, താനൊരു രാഷ്ട്രീയക്കാരനാണോ? ഈ ബ്ലോക്കിലെയും അസംബ്ലിയിലെയൊക്കെ വെച്ച് കൂട്ടിക്കൊണക്കാതെ അങ്ങനെയാണ് ഈ പറയാം. സത്യസന്ധമായിട്ട് പറഞ്ഞാലോ, പഞ്ചായത്ത് ഇലക്ഷൻ വേറെയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ, ബ്ലോക്ക്, പിന്നെ ജില്ലാ മത്സരമൊക്കെ ഉണ്ടല്ലോ 4 മാസം മുമ്പ് നടന്നത്. അത് ആൾക്കാർ വ്യക്തിപരമായിട്ടേ ചെയ്യത്തുള്ളൂ. എൻ്റെ പൊന്നു ഗണേഷ്, അത് ഗണേശൻ അറിയത്തില്ലേ? ആ ഇലക്ഷൻ വേറെ, ഈ ഇലക്ഷൻ വേറെ. ഇത് അസംബ്ലി ഇലക്ഷൻ. ഇവിടെ കോൺഗ്രസ് ജയിക്കുവോ കമ്മ്യൂണിസ്റ്റ് ജയിക്കുവോ, ഇവിടെ BJP കേരളക്കാർക്ക് ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇവിടെ എന്താണ്? ഒന്നാമത് പിണറായി സർക്കാരിനെ വെറുപ്പാണ്. പിണറായി സർക്കാരിന് വെറുപ്പാണ്. BJPക്ക് വോട്ട് കുത്തിയിട്ടും കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതി ഇവിടുത്തെ മലയാളികൾ കുതിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ ഇലക്ഷൻ ആൾക്കാർ വോട്ട് കുത്തുന്നത്. മനസ്സിലായോ? കഴിഞ്ഞ വട്ടം നിങ്ങൾ പപ്പടവും കിപ്പടവും ഒക്കെ കൊടുത്തിട്ട് വോട്ട് മേടിച്ച് ഓർമ്മയുണ്ടോ? ഈ വട്ടം അത് കൊടുത്തിട്ട് ഏറ്റില്ല എന്ന് പറയുന്ന പോലെ. ഈ അസംബ്ലി ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും തമ്മിൽ ഇത് ചെയ്യരുത്. അപ്പം തന്നെ ഇതാണ് ഇവർ ഈ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഇത് കൊണ്ടുവരുന്നത്. എൻ്റെ പൊന്നോ, ഇയാളൊക്കെ എങ്ങനെ ഭരിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലേക്ക് കയറുമ്പോൾ 4 വാർഡ് മെമ്പർമാരുള്ള ആ പഞ്ചായത്ത്, 4 വാർഡ് മെമ്പർ BJPക്കുണ്ട്. അവിടെ 300 ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്കുള്ളൂ. പിടവൂർ വാർഡ് തലൂർ പഞ്ചായത്തിൽ പിടവൂരിലേക്ക് വരുമ്പോൾ ആ വാർഡിലെ മെമ്പർ BJPയുടെ മെമ്പറാണ്. ആ വാർഡിൽ 2 വോട്ടാണ് BJPക്ക്, 2 വോട്ട്. ഇവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിക്ക്, NDA സ്ഥാനാർത്ഥിക്ക് 2 വോട്ട്. അതുപോലെ ചെങ്ങമനാട്, മേലെ പഞ്ചായത്തിലേക്ക് പോയാൽ ചെങ്ങമനാട് എത്തുമ്പോഴേക്കും 240 വോട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ. ഞാനൊരു കാര്യം പറയട്ടെ, അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ, ഇപ്പോൾ അസംബ്ലിയില്ല, പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ കണ്ടോണം, അവിടെ കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നത് BJPക്ക് ആയിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. കാരണം ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പഞ്ചായത്ത് തൊട്ട് അസംബ്ലി ഇലക്ഷൻ, പിന്നെ അതുപോലെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ, ഇതൊക്കെ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ തന്ത കൊണ്ടിരുത്തിയതല്ലേ. അപ്പോൾ അതിൽ നിന്ന് ചുക്കാൻ പിടിച്ച് ഇങ്ങനെ ഇരിക്കാനല്ലേ അറിയത്തുള്ളൂ. അല്ലാതെ അടിയിടി തൊഴി കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇദ്ദേഹം. കുറച്ചും കൂടെ ഒക്കെ കോമൺ സെൻസ് ഒക്കെ വേണം. അതില്ല, അതൊട്ടും ഇല്ല. അത് മനസ്സിലാവുന്നുള്ളൂ സംസാരത്തില്ല. സ്ഥാനാർത്ഥി പിടിച്ചത് ഇപ്പം വെറും 51, ചേത്തടി വാർഡിൽ 51 വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മുഴുവൻ വോട്ടും BJP കോൺഗ്രസ് കച്ചവടം നടത്തിയിരിക്കും. പണമാണോ പകരം ഡീലാണോ എന്നറിയില്ല. ഇവിടെ കോൺഗ്രസ് ജനങ്ങളാണോ അത് ചെയ്തിരിക്കുന്നത്, അല്ല ഡീലും കോപ്പുമൊന്നുമില്ല. വിവരമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഞാനിത് പറയുന്ന സാധാരണപ്പെട്ട ജനങ്ങളോട് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പഞ്ചായത്ത് വ്യക്തിപരമായിട്ട്, മറ്റേത് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് LDF ആണോ UDF ആണോ, ആ ഒരു രീതിയിലാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ ആകുമ്പോൾ അവിടെ BJPയുടെ തോന്നില്ല. കാരണം മോദിയാണ് ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത്. ഞങ്ങളുടെ ആലപ്പുഴയിലെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനും, അതായത് ഹരിപ്പാട് എൻ്റെ മണ്ഡലമാണ്, ഹരിപ്പാട് കൂടുതൽ വോട്ട് കിട്ടിയത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനുണ്ട്. എൻ്റെ നാട് മുതുകുളത്ത് കൂടുതൽ വോട്ട് കിട്ടിയതും ഈ പറയുന്ന ശോഭയ്ക്കാണ്. ഗണേഷ് കുമാർ ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ ചിലപ്പോൾ ഒരു 1000 പേരത്തെ കൂട്ടത്തിൽ ഒരു 100 പേര് കാണുമായിരിക്കും. ബാക്കിയുള്ള ആൾക്കാർക്ക് വിവരം ഉണ്ടെങ്കിൽ താൻ പറയുന്ന പച്ചക്കള വന്നേ പറയത്തുള്ളൂ. LDFും BJPയും തമ്മിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ട്. ഇവിടുത്തെ വോട്ടിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ BJPക്ക് വോട്ടില്ല. ഭീമൻ രഘു മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 13,000-ഓളം വോട്ടാണ് കിട്ടിയത്. BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതുപോലെയാണ് നേടി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ച പാർലമെന്റ് ഇലക്ഷനിൽ 18. ഭീമൻ രഘു എങ്ങനെ? ഭീമൻ രഘുവിന് ആ സമയത്ത് നല്ല ട്രോൾ ഉണ്ടായിരുന്നു, അത്യാവശ്യം വോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. സിനിമാ നടന്മാരൊക്കെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സിനിമാ നടന്മാർ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ വോട്ട് 3ആയിട്ട് സ്പ്ലിറ്റായി പോയി എന്നെ ഗണേഷ് ജയിച്ചേനെ. പിന്നെ നമ്മുടെ BJP നേതാവ് ഉണ്ടായിരുന്നല്ലോ, ശിവൻകുട്ടിക്കെതിരെ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരൻ. പിന്നെ അദ്ദേഹം നിന്ന സമയത്ത് 3 സ്ഥാനാർത്ഥികളും, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP 3 ഒരുപോലെ വോട്ട് പിടിച്ച്. കോൺഗ്രസിന് നേതാവിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അദ്ദേഹം നല്ല രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ വോട്ട് പിടിച്ചില്ലായിരുന്നു ചിലപ്പോൾ അവിടെ LDF ജയിച്ചേനെ. ഇവൻ്റെ അഹങ്കാരം കൊണ്ട് പറ്റിപ്പോയതാണ്, അഹങ്കാരം. നമുക്ക് പുള്ളിയുടെ ഒന്നും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും പുള്ളിക്കെതിരെ എന്ന് നമ്മുടെ കോൺഗ്രസ് നേതാവിന് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്ക്.
ആരോപണത്തിന് മറുപടിയുമായി ജ്യോതികുമാർ ചാമക്കാല. തോറ്റതോടെ ഗണേഷിന്റെ സമനില തെറ്റിയെന്ന് ചാമക്കാല. ബിജെപിയുടെ വോട്ട് കുറഞ്ഞെന്ന് പറയുന്ന ഗണേഷ് LDFന്റെ വോട്ട് കുറഞ്ഞത് കാണുന്നില്ല. കണക്ക് പറഞ്ഞ് സംവദിക്കാൻ ഗണേഷിനെ ക്ഷണിക്കുന്നുവെന്നും ചാമക്കാല പറഞ്ഞു. ഞാൻ UDFന്റെ സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് മത്സരിക്കുമ്പോൾ എനിക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. CPMന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, CPIയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, BJPയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസിന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ മേഖലയിൽ നിന്നും എനിക്ക് വോട്ട് ലഭിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ 8310 വോട്ടുകൾക്ക് എനിക്ക് വിജയിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ തോൽവി മൂലം അദ്ദേഹത്തിന് സ്ഥല ജനവിഭ്രാന്തി പിടിച്ചിരിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയാണ്. BJPയുടെ വോട്ട് കുറവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയേണ്ടത് തന്റെ വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് പറയണ്ടേ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 15,000 വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് പറയണ്ടേ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 8% വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് അദ്ദേഹം പറയണ്ടേ. എന്നാൽ നോക്കൂ, UDFനെ കുറിച്ച് നോക്കൂ. ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 18,000 വോട്ടിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് 15,000 വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം തോറ്റെങ്കിലും ഇറങ്ങി പ്രവർത്തിക്കുമായിരുന്നു. ജനങ്ങൾ അത് പറയുന്നുണ്ടായിരുന്നു. തോറ്റ ഒരു സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ട് CR മഹേഷ് ചെയ്ത പോലെ, കരുനാഗപ്പള്ളിയിലെ മെമ്പർ ചെയ്ത പോലെ. കാരണം തോറ്റെങ്കിൽ തോറ്റ്, അടുത്ത വട്ടം നമ്മൾ പിടിച്ചെടുക്കുക, ഇറങ്ങുക. CR മഹേഷൊക്കെ ഒരു മരണ വീട്ടിൽ പോയി ഇരുന്നാൽ കഥകൾ കേൾക്കണം. ഒരു മരണ വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കും. ഇരുന്നെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്ക് ആ ബോഡിയൊക്കെ വന്നു കഴിയുമ്പോൾ ഏത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവിടെ കാണും പുള്ളിക്കാരൻ ആ നാട്ടുകാരുടെ കൂടെ. അവസാനം അതേ പിടിച്ചുകൊണ്ടൊരു നടത്തമുണ്ട്. നടത്തം അങ്ങോട്ട് ചെല്ലുക. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. CR മഹേഷിൻ്റെ ആണെങ്കിലും അതിനുശേഷം അദ്ദേഹം ഇലക്ഷന് നിന്നതിന് ശേഷം അതിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഞാനൊരു കാര്യം പറയാം, നമുക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞിട്ട് സുഖിച്ച് AC മുമ്പിൽ സുഖിച്ച് കുത്തി ഇരുന്ന് കഴിയുമ്പോഴും 4 വർഷം സുഖിച്ച് 4.5 വർഷം സുഖിച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അവസാനത്തെ 6 മാസം വന്നിട്ട് വലിയ കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. നമ്മുടെ ജനങ്ങൾ അവസാനത്തെ ഈ 6 മാസത്തെ കാര്യങ്ങൾ നോക്കൂ. 4.5 വർഷം നമ്മളെ കരയിപ്പിച്ചത് ആരും നോക്കത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, അതുകൊണ്ട് കണക്കുകളെ വെച്ച് സംസാരിക്കുമ്പോൾ വസ്തുതാപരമായി സംസാരിക്കണം. എന്തിനാണ് നമ്മുടെ ആന ഉടമസ്ഥ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളുമായി രംഗത്ത് വരുന്നത്? അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നും ഞാൻ അദ്ദേഹത്തെ ഒരു സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പിൻബലത്തിൽ, ഇതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ അദ്ദേഹത്തെ ക്ഷണിക്കും, നമുക്കിത് സംസാരിക്കാം. എവിടെയാ വോട്ട് കുറഞ്ഞത്, എവിടെയാ വോട്ട് കൂടിയെന്ന് കണക്കുകൾ വെച്ച് സംസാരിക്കാം. അയാളെ വെല്ലുവിളിച്ചു. ചുണയുണ്ടെങ്കിൽ, തന്തയുടെ പേര് കാത്തു സൂക്ഷിക്കുന്ന ഒരു മകനാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ചെന്ന് വാദത്തിനിരിക്കും. അതായിരിക്കണം വേണ്ടത് ഗണേഷ് കുമാർ. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഗൈസ്.